അപ്പൊ നമ്മളിപ്പോ മാതാവിന്റെ എടുത്തിട്ടുണ്ട്. പള്ളിയുടെ അകത്തോട്ട് എടുത്തോ? ഇല്ല, അതെടുക്കാൻ പറ്റിയില്ലമ്മേ. അത് ഞങ്ങൾക്ക് എടുക്കാൻ പറ്റില്ല. എന്റെ അമ്മ അത് പറ്റിയില്ല. എന്നാ ഇങ്ങോട്ട് വരുമ്പോ എടുക്കണം. അല്ലായിരുന്നെങ്കിൽ ഞാൻ എടുത്തേനെ വീഡിയോ. സോറി, ആ വീഡിയോ ചെറുതായിട്ട് കട്ടായി പോയി. ചെറുതായിട്ട് ലൈക്ക് കിട്ടാൻ ചാൻസ് കുറവാണ്. അപ്പോഴേക്കും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്തേക്ക്. ഞങ്ങളൊന്നും ഒരു പാവല്ലേ, ഒന്ന് ലൈക്ക് ചെയ്തേക്ക്. അപ്പോൾ നമ്മൾ നടന്ന് കഷ്ടപ്പെടുക. എൻ്റെ മോളെ ആരുടെ പാക്കാണ് നിങ്ങള് എസ്റ്റേട്ട് കിടില. ഇതിപ്പോ ഡൂക്ക് S24 പവറിലാണ് അതിന് ഇത് ചെവി അടിച്ചൊന്നും വേറെ കേട്ടോ. അതിൻ്റെ സെൻസർ എങ്ങാനും മൂക്കിക്കൊണ്ടായാലും നടക്കാം. പിന്നെ നമ്മൾ നടക്കണം. അതെ, മസിലൊക്കെ വരണ്ടേ? മസിൽ വരണമെങ്കിൽ നടക്കണം. അത് കാര്യമൊന്നുമില്ല. അപ്പൊ നമ്മള് നടന്നു പോകാൻ. എന്റെ കാല് കഴിക്കുകയല്ല, ഞാനില്ലേ. അതല്ല, തവളക്കുഴി വരെ ഞാൻ 3 പ്രാവശ്യം നടന്നു പോയിട്ടുള്ളതിന്റെ കൂടെ. നമ്മള് വണ്ടി കിട്ടാൻ മുടി വെട്ടാൻ പോയപ്പം ഇതുപോലെ തന്നെ നമ്മൾ 3 പ്രാവശ്യം ഞാൻ നടന്നിട്ടുണ്ട്. നീ ഒന്നും എന്തായിരുന്നേ ഞാൻ അവനോട് ചുമ്മാ പറഞ്ഞാണ്. ഞാൻ ലൈക്ക് തന്നാൽ മതി. ഓക്കെ, നമ്മള് എൻ്റെ ഫോണിങ്ങനെ കുലുങ്ങുന്നതെന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെ നടക്കുമ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ കുലുങ്ങുന്നതാണ്. അപ്പം ഒന്ന് വിചാരിക്കരുത്. ഓക്കെ, ഞാൻ എന്തായാലും നടക്കുന്നുണ്ട്. പ്രാർത്ഥനയ്ക്കുള്ള സ്ഥലം ആണ്. മംഗളകലം നിർത്തുമ്പോൾ നമ്മൾ ഈ വീഡിയോ കട്ടാക്കും. നമ്മളെ മുടിവെറ്റുകള ഒന്ന് കാണിക്കുന്നുണ്ട്. ശരിയാ, നല്ല കടയാണ്. രാത്രി ആകുമ്പോൾ നിങ്ങൾ ചെന്നാൽ പിന്നെ നിങ്ങളുടെ തല കുടിക്കും ആൾക്കാര്. വീഡിയോ നീണ്ടുപോകും കേട്ടോ. വീഡിയോ നീണ്ടുപോകും എന്നുവെച്ചാ ഒത്തിരി ഇതായി പോകും, ആൾക്കാർ കാണത്തില്ല. ശരിയാണ്. അത് എന്നാൽ നമ്മൾ തവളക്കുഴി പറഞ്ഞ പോലെ തവളക്കുഴി എത്തിയിട്ട് കട്ടാക്കും. മംഗളങ്കലം എത്തിയിട്ട് കട്ടാക്കും ചിലപ്പം. ഞാൻ പറഞ്ഞില്ല ഗൈസ്, ചിലപ്പോൾ കട്ടാക്കും. അല്ലേ ആ മുടിവെട്ടി കടയുടെ ഫോട്ടോയും കൂടെ യൂട്യൂബിൽ അയച്ചു തരാം. അപ്പോൾ പിന്നെ ഇല്ലേ, നിങ്ങൾക്ക് ആർക്കൊക്കെ എന്നെ അറിയാവുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. എത്ര പേര് കറക്റ്റ് ആണെങ്കിൽ അവർക്കൊക്കെ ഞങ്ങൾ RC കാർ ഇല്ല ഗൈസ്, നമ്മൾ ജയിക്കൊന്നുമല്ല പറയുന്നത്. തരും. എൻ്റെ പേര് കമൻറ്റ് ചെയ്യാം. കറക്റ്റായി ഇവൻ്റെ പേരാണ് ഏബൽ തോമസ്. ഏബൽ തോമസ് ഒന്നല്ല ഗൈസ്, എയ്ഡൻ. എൻ്റെ പേരാണോ? അല്ല, എൻ്റെ പേരാണ് എയ്ഡൻ. നിന്റെ പേര് ഏബൽ തോമസ്, എൻ്റെ പേര് എയ്ഡൻ. നിന്റെ പേര് ഏബൽ. അപ്പൊ നമ്മള് ഉയ്യോ തേപ്പൂട്ടിക്കട. അപ്പൊ നമ്മള് നടക്കുവാണ്. നല്ല സ്ട്രോങ് ആയിട്ടുള്ള കട. ചേട്ടാ തമാശയാണ്, തമാശയാണ് ഗൈസ്. നമ്മളിപ്പോൾ വീഡിയോ എടുത്ത് അങ്ങ് വെക്കൊണ്ടിരിക്കും. നല്ല ഇരുട്ടിലോട്ടാണ് അടുത്തത് കയറാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ ക്യാമറ ഒന്നും തെളിയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ നടന്ന് ആരും ഇല്ലാത്ത സ്ഥലം, ശാന്തമായി കിടക്കുന്ന സ്ഥലത്തോടെയാണ് നമ്മളിപ്പോൾ നടക്കുന്നത്. വീടൊക്കെ കണ്ട് ഇത്ര ഉടനെ അടച്ചു കൂട്ടി കാരണം എല്ലാവരും കിടന്ന് ഉറക്കിയതേക്കാം. ഏതോ പ്രേതത്തിലുള്ള പോലെ ഉണ്ട് ഫീല്. ഈ വീട് കണ്ട ഒരു പ്രേതത്തിൻ്റെ വീട് പോലെ ഉണ്ട്. ഈശോയുടെ വീട് കണ്ടിട്ടാണ് പ്രേതത്തിന് വീട് എന്ന് പറയുന്നത്. ചുമ്മാ അറിഞ്ഞതാ. ഇതല്ലേ ഈശോയുടെ വീടല്ലേ? അതല്ല, നമുക്ക് മറ്റേ കളി കളിച്ചാൽ പണ്ട് പ്രാങ്ക് ചെയ്ത് കളിക്കുകയല്ലേ. അതൊന്നും വേണ്ട, ചുമ്മാ അറിയാലോ. ഇത് ഈശോയുടെ തന്നെയാണ് വീട്. എല്ലാം ഈശോയുടെ വീടാ. നമ്മളത് ചുമ്മാ ഒന്ന് കാത്താൽ ഞാനോർത്ത് ക്യാമറ ഓഫാണ്. ഓക്കെ, നമ്മളിപ്പോൾ നടന്ന് പൊക്കോണ്ടിരിക്കുകയാണ്. ഇടന്നെ തോള് വേദന നിൽക്കുന്ന അതിന് വിളിച്ചോ. ഇനി എന്നെ വേണമെങ്കിലും ചെയ്തോ. ശരി, നേരെ ഇങ്ങനെ പിടിക്കും. ഇപ്പം നടക്കുകയാണ്. ഞാൻ ക്രിസ്ത്യാനോ റൊണാൾഡോ ഫാനാണ്. നിങ്ങളേത് ഫാനാണെങ്കിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ ആണോ മെസ്സി ആണോ ഏത് ഫാനായാലും ക്രിസ്ത്യാനോ റൊണാൾഡോ ഫാനാണെങ്കിൽ ലൈക്ക് ചെയ്യുക.
മെസ്സി ഫാൻ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ആരുടെ ഫാനാന്ന് വെച്ചാൽ കമന്റ് ചെയ്യുക. ഏറ്റവും കൂടുതൽ ലൈക്ക് ഇടുന്നവർക്ക് ഞങ്ങൾ എന്തെങ്കിലും തരാം. പോരെ നിങ്ങൾക്ക് വേണമെങ്കിൽ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ഒരു RC കാറും, ക്രിസ്ത്യാനോ റൊണാൾഡോ ഒരു കാറും, പിന്നെ ഒരു സ്റ്റെന്ന് ബൈക്കും, പിന്നെ ഒരു ചോക്ലേറ്റും മേടിച്ചു തരാം. ശരിക്കും നിങ്ങൾ നിങ്ങളുടെ ഫാൻ കമന്റ് ചെയ്തിട്ട് ഏറ്റവും കൂടുതൽ ലൈക്ക് ഇടണം കേട്ടോ. ഓക്കെ, ഞങ്ങൾ ഈ വീഡിയോ ഇത്തിരി ലൈക്ക് അടിക്കേ, അവർ ലൈക്ക് അടിച്ചൂടാ. നാളെ തന്നെ നിങ്ങളുടെ വീട്ടിലോട്ട് ഒരു സാധനം കൊറിയർ വരും. അപ്പം നിങ്ങളൊന്ന് യൂട്യൂബിൽ നോക്കിയാൽ മതി. അപ്പോഴേക്ക് എൻ്റെ യൂട്യൂബ് ചാനൽ വരെ കമന്റ് ഞാൻ രാവിലെ കോട്ടയത്ത് കാണും. കോട്ടയത്ത് എല്ലാവരും വരണം. കോട്ടയത്ത് വരുവാണെങ്കിൽ നിങ്ങൾ കൊമരത്ത് വെച്ചൊരു കല്യാണം അവിടെ വെച്ച് നമുക്ക് കാണാം. അവിടെ വെച്ച് നമുക്ക് കാണാം. ഞാൻ ശരിക്കും പറയുന്നതാണ്, നാളെ ഒരു കല്യാണമുണ്ട്. അപ്പോൾ അവിടെ വെച്ച് നമുക്ക് കണ്ട് ഞാൻ ഒരു സാധനം. പിന്നെ ഇതിന്റെ ലിങ്ക് ഞങ്ങള് ബാക്കി വീഡിയോ ഞങ്ങള് പറ്റിച്ചു. അതെ, ഫുൾ ഫേക്ക് ആണ് വീഡിയോ. വീഡിയോ മാത്രം ഫേക്ക് അല്ല, നമ്മുടെ സർപ്രൈസ് ഫേക്കാണ്. സർപ്രൈസ് ഫേക്കാണ് കാരണം ഞങ്ങളുടെ ഇപ്പൊ ഒന്നും തരാനില്ല. ഞങ്ങൾ വാങ്ങി ആകെ ഒരു RC കാർ മാത്രം. അത് ഞാൻ മേലെ ആർക്കും കൊടുക്കൂല. അതെ, പുക വരണം, അതെല്ലാം വരുന്നതാണ്. അപ്പൊ ആർക്കും ഞാൻ മേലെ കൊടുക്കൂല. റേസിംഗ് കാർ ആണെങ്കിൽ 01 ആണ്. ആ മോനെ ലൈറ്റ് മിൻ മിക്സിൻ അല്ല, വേറെയാണ്. ഇന്ത്യൻ ബൈക്സിലെ റേസിംഗ് കാർ. ഞാൻ സൈഡിൽ കൂടെ എടുക്കുകയാണ്. അതിൻ്റെ ഫോൺ ആരെങ്കിലും കട്ടണ്ട് പോകും. അപ്പോൾ നമ്മൾ സൈഡിൽ കൂടെ ഇപ്പോൾ വീഡിയോ എടുത്തു പോകണം. അതായത് ഞാൻ എത്താറായിട്ടുണ്ട്. നമ്മളിപ്പോൾ എത്തും ഗൈസ്. അപ്പോൾ വീഡിയോ എടുത്ത് ഏതോ ഒരു സ്ഥലത്ത് എത്തി. ഇനി എത്താനേ പോകുന്നേ ഉള്ളൂ ഗൈസ്. ഭയങ്കര തിരക്കാണ് ഗൈസ്. അമ്മ സ്ഥലത്തിൻ്റെ നേരം മുടി എത്താൻ പോകുന്നേ മംഗളങ്കലയ്ക്ക് നല്ല തിരക്കായിരിക്കും കേട്ടോ. അപ്പം നമ്മളെന്തായാലും എത്താറായി. ഇനി നടക്കണം ഗൈസ്. ഇനി ഒരു വളവും കൂടെ വളയണം. എഞ്ചിനീയർ കോളേജ് ഇതാണ്. മറ്റേ മംഗളം കോളേജ്. ഇതിലെ കൂടെ പോയാൽ എനിക്കറിയില്ല. ഇത് ആരാണ്ട വീട് കേട്ടോ. എൻ്റെ ആൻറ്റി പഠിച്ചു അവിടെയാണ്. ആ സ്ഥലം ശ്രദ്ധിക്കണം. അമ്മ പറയുന്നത് ശ്രദ്ധിക്കണം. അങ്ങനെ നമ്മളെ ഏറ്റവും കൂടുതൽ കമൻറ്റ് കിട്ടുന്ന ആൾക്ക് ഞങ്ങൾക്ക് ഞാൻ വലിയൊരു ഓൾട്ടോ കാർ ഗിഫ്റ്റായിട്ട് തരുന്നതാണ്. ഏറ്റവും കൂടുതൽ കമൻറ്റ്സ് ഞങ്ങൾ തരികയെന്ന് പറഞ്ഞ ഫേക്ക് ആട്ടോ. എന്നെ ഓട്ടോക്കാർ ആർക്കും കൊടുക്കൂല. ഞാൻ ചുമ്മാ പറഞ്ഞാണ്. തരും കേസ്, നിങ്ങൾ പേടിക്കണ്ട കേസ്, ഓൻ തരും. ഏവന്റെ ഒരു ചീത്ത പൊളിഞ്ഞൊരു കാറുണ്ട്. അമ്മ മാറുന്നേ കാറ്റിച്ചോടാ. ആ നാട്ടിക്കും. മറ്റേത് പറയല്ലേ? ഏത് മണ്ടേ പറയല്? ഏതാ? ഫ്രീ ഫയർ കുണ്ടിയാണ് ഇവൻ. ഞാൻ ഫ്രീ ഫയർ കളിച്ചപ്പോൾ ഏറ്റവും ലാസ്റ്റ് ആണ് ഡൗൺലോഡ് ചെയ്തത്. അതുകൊണ്ട് ഒരു ഷർട്ടൊന്നും ഇല്ലാത്തവനെയാണ് എനിക്ക്. ഇവനോട് ഞാൻ ഫ്രീ ഫയർ സ്പീക്കർ ഉണക്കാൻ പറഞ്ഞേ. ആ പൊട്ടനകത്ത് പോയി ശ്രദ്ധിക്കാതെ വേറെ കളിക്ക് കയറി. അവൻ എൻ്റെ അടുത്ത് അവൻ നിൽപ്പുണ്ട്. അവൻ എന്നെ തന്നെ വെടിവെച്ച് കൊല്ലുന്നു. ഞാൻ വന്നു. ഞാൻ സോറി യെസ്, എനിക്ക് പെട്ടെന്ന് അല്ല. ഞങ്ങൾ ഒരു ഓട്ടോ നോക്കി വന്നിട്ട് കിട്ടിയില്ലേ. ഞങ്ങൾ മുടി കിട്ടാൻ പോവാ മംഗളങ്കലിക്ക്. ഗൈസ് നമ്മളിവിടെ എത്തി. ഗൈസ് നമ്മളൊരു പരിചയമുള്ള ഒരാളാണ്. പരിചയമുള്ള അപ്പച്ചനാണ്. നമ്മൾ സ്ഥലത്ത് എത്താറായിട്ടുണ്ട്. ഇപ്പം എത്തും ഗൈസ്. നമ്മൾ വേറൊരു സ്ഥലത്തെത്തും. ഇപ്പം എൻ്റെ മുടിയൊക്കെ ലാഭമായി പൂച്ച ഗൈസ്. ഏവൻ്റെ മുടി അതിന് എന്നെക്കാൾ പരന്നതാണ്. അപ്പൊ ഏവൻ്റെ ആദ്യം ലാഭനാവും. ഇതൊരു കോളേജാണ് ഗൈസ്. അല്ല കോളേജ് ആണോ? കോളേജ് ആയിട്ട് അമ്മ ആദ്യം ഏവല്ലേ വിട്ടത്. അത് തന്നെ എന്നെ പറ്റാതെ നമ്മളിപ്പോൾ എത്തിയിട്ടുണ്ട്. നമ്മളെ സ്ഥലത്തെത്താറായി. എനിക്ക് ഇക്കിളി എടുക്കുവാണ് സേഫ് ഇത് ചെയ്യുമ്പം മറ്റേ നീ എന്തിനാ അങ്ങനെ ചെയ്യുന്നേ? കേട്ടോ ഇപ്പം എത്തി കഴിച്ചു. ഇപ്പം എത്തുന്ന ഇവന് മറ്റേ ഇങ്ങനെ ചെയ്യാല്ലേ ബ്ലൈഡ് ഇട്ട അത് ഇവന് ഇക്കിളി വരുമോ? ഇക്കിളി ഒന്നും വരികയാണ്. ഇക്കിളി ഇട്ടെന്നാൽ നിന്റെ പല്ല് കൊടുക്കും.
ഗൈസ് നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. എനിക്ക് നീക്കളി വരാറില്ല. ഈ ഓട്ടോ കാലിയാണോ? ഇനിയിപ്പോ കാര്യം ഇതിനകത്ത് അടുത്തല്ലേ. എത്താറായിട്ടുണ്ട്. സാറായി എന്തിനാ സാറായി എത്താറായിട്ടുണ്ട്. നിൽപ്പുണ്ട്. ഓക്കെ നമ്മളിപ്പോൾ എത്താറായി. ഈ സ്ഥലത്തെത്തി. ഇനിയിപ്പോൾ ഇച്ചിരി ദൂരം കൂടെ ഉള്ളൂ അല്ലേ അമ്മേ? മംഗളങ്കലകിൽ എത്താറായിട്ടുണ്ട്. നല്ല തിരക്ക് കാണും. ബുധനാഴ്ച ആയതുകൊണ്ട് 7-ാം തീയതിയാണ്. നാളെ ഒരു കല്യാണമുണ്ട്. അവിടെ വെച്ച് എൻ്റെ ഫ്രണ്ട്സിനെ എല്ലാവരെയും കാണാം. പിന്നെ ഫ്രീ ഫയർ കളിക്കുന്ന ആൾക്കാരെല്ലാം ഞാൻ കല്യാണത്തിന് ക്ഷണിക്കുന്നു. ഇതാണ് കണ്ണൻ്റെ കട. കണ്ണൻ ചേട്ടൻ്റെ കട. നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ഇതാണ് ഇവിടെയാണ് സ്ഥിരമായിട്ട് പാല് ഭരിക്കുന്നത്. സ്ഥലം അപ്പോൾ നമ്മൾ എത്താറായി. നമ്മളിനിയിപ്പോൾ കുറച്ച് ദൂരം കൂടെ ഉള്ളൂ. ഏതോ ഒരു സ്ഥലത്തിട്ട് നല്ല കാട് വിട്ട് സ്ഥലത്തൂടെയാണ് നമ്മൾ നടക്കുന്നത്. എനിക്ക് വയ്യതായി. അപ്പം എന്നാലും ഞാൻ നടക്കുന്നുണ്ട് മസിൽ വരാൻ വേണ്ടി. എന്നെ മസിൽ ഇപ്പം നീ ഇത്രയേ ഉള്ളൂ. അയ്യോ എനിക്ക് മസിൽ കാണിക്കാൻ. ഇതുപോലെ നമ്മൾ നടന്നു ആദ്യമായിട്ട് ഞങ്ങളിങ്ങനെ നടന്നു ഗൈസ്. എത്തി ഞങ്ങൾക്ക് ഒരൊറ്റ ഓട്ടോ പോലും കിട്ടി. ഗൈസ് നമുക്ക് ഒരൊറ്റ ഓട്ടോ പോലും കിട്ടില്ല. സന്ധ്യയായപ്പോൾ ഞങ്ങളെ ഓട്ടോ നോക്കുന്നതേ ഒരു ഓട്ടോ പോലും കിട്ടില്ല ഗൈസ്. ആരും വന്നില്ല ഒന്ന് വിടാൻ. എല്ലാവർക്കും ഓട്ടം കൂലിപ്പണിയൊക്കെ. ഗൈസ് എന്നെ ആരും കൊണ്ടിട്ടില്ല. എനിക്ക് വയ്യ ഗൈസ്. വയ്യ കുഴഞ്ഞു പോയി. എനിക്കൊരു കുഴപ്പമില്ല. എനിക്ക് ഇച്ചിരി വയ്യ ഉണ്ടായതേ. എൻ്റെ ഡാമേജ് ആരെങ്കിലോ വേറെ ഒരു ചീത്ത സ്കൂട്ടർ കൂട്ടുള്ളൂ. അയ്യോ വണ്ടി ഒരു കാലി കേട്ടത്. അവിടെ മാറോ ആ വണ്ടിക്ക് എവിടെ നോക്കി കെട്ടിപ്പിടിക്കണം. വേറെ നടക്കണം. കെട്ടിപ്പിടിക്കാൻ നമ്മളിവിടെ എത്തി. അവിടെ നിരന്ന് നടക്കണ്ട. ഒരാൾ മുമ്പേ ഒരാൾ പുറകെ ആയിട്ട് പോകും. മുമ്പേ ഓടാ നടക്കുന്നത്. മാറ്റി നിർത്തിയാലും നമ്മളിവിടെ എത്താറായി. ഞാൻ അവിടെ ചെല്ലുമ്പോഴേ ഞാൻ നിർത്തുള്ളൂ. ഇതാര് കാണും ഇത്ര ദൂരമുള്ള വീഡിയോ? കാണും. നല്ലതായിരിക്കും. ഇവിടം വരെ എത്തി. ഒരു ലൈക്ക് മാത്രം. അപ്പം ബൈ നാളെ കാണാം.